പരലോക വിശ്വാസത്തെക്കുറിച്ച് യഹൂദർ വെച്ച് പുലർത്തുന്ന അവരുടെ ധാരണ, അതിനെക്കുറിച്ചാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്. മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്, അവരുടെ ആ വാദമാണ്, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ളൊരു വിശ്വാസമാണ് അവരുടെ പല തിന്മകൾക്കും അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിനും അള്ളാഹുവിനെ ഭയമില്ലാത്ത രീതിയിൽ അവൻ്റെ കിതാബുകളെ വളച്ചൊടിക്കുന്നതിനൊക്കെ കാരണം. അതുകൊണ്ടാണ് തഹരീഫിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, വക്കാലു, അവർ പറയുന്നു, അവരുടെ വാദമാണ്, ലൻ തമസ്സനന്നാറു, ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല, ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ. എണ്ണപ്പെട്ട ഏതാനും നാളുകൾ മാത്രമേ ഞങ്ങളെ തീ സ്പർശിക്കുകയുള്ളൂ. പരലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തെക്കുറിച്ച്, മരണാനന്തരത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അവരുടെ പണ്ഡിതന്മാർക്കുമില്ല. തോറയിൽ വിശദമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നതിനെക്കുറിച്ചുള്ള ഫിലോസഫിക്കൽ ചർച്ചയൊക്കെ അവർ നടത്താറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ എഴുതിയ ആളുകളിൽപ്പെട്ടതാണ് സായിദ ബിൻ യൂസഫ് ഗാവോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ബിൻ യൂസുഫ് അൽ ഫയ്യൂമി. ബഗ്ദാദിൽ മരണപ്പെട്ട AD 948 അബ്ബാസി ഖിലാഫത്തിൻ്റെ സമയത്ത് മരണപ്പെട്ട ഒരു റബ്ബായിയാണ് സയ്യിദ് ബിൻ യൂസുഫ് അൽ ഫയ്യൂമി. അദ്ദേഹമൊക്കെ പറയുന്നത് ജൂതാത്മാക്കൾക്ക് മെസ്സിയാനിക് സമയത്ത് പുനർജന്മമുണ്ട് എന്നാണ്, റിസറക്ഷൻ ഉണ്ട് എന്നാണ്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എല്ലാത്തവർക്കും നല്ലത് ചെയ്തവർക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അല്ലാത്തവർ നല്ലത് ചെയ്യാത്തവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ഒരു ചോദ്യത്തിന് റബ്ബായി ഫ്രീഡ്മാൻ ഒരു തോറ ക്ലാസ്സിൽ പറയുന്നത് കേട്ടത്, മരിച്ച ജൂതാത്മാക്കൾ, അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ്, ഒരു കഥയിലൂടെ പറയുകയാണ്. ഒരാൾ സ്വന്തം നാട് വിട്ടുപോയി വേറെ ഏതോ ഒരു ദേശത്തെത്തി. ആ ദേശത്തെത്തിയപ്പോൾ അവിടെ ഒനിയനാണ് ഏറ്റവും വില പിടിച്ച സാധനം. അദ്ദേഹം ജീവിതം മുഴുവനും ഒനിയൻ സമ്പാദിച്ചു. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ ഒനിയനെയറായി മാറി. അങ്ങനെ കുറേ ഒനിയനുമായി ഒരു ഷിപ്പിൽ പഴയ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വീട്ടുകാർക്കും മാതാപിതാക്കൾക്ക് താൻ എത്രമാത്രം സമ്പന്നനാണ് എന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പരിഹാസ്യനായി. അവിടെ ഒനിയൻ ഒരു വിലയുമില്ല. മാത്രമല്ല, ഇദ്ദേഹം ഷിപ്പിൽ കൊണ്ടുവന്ന ഒനിയനൊക്കെ കെട്ടുനാറുന്ന ഒനിയനായി മാറിയിരിക്കുന്നു. ആ നാട്ടിലാണെങ്കിൽ ഒനിയന് വിലയില്ലാത്ത, ഒനിയൻ ആവശ്യമില്ലാത്ത നാടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, റബ്ബായി പറയുന്നത്, ഇതുപോലെ ഈ ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് പലതും സമ്പാദിച്ച് പല ചെയ്തികളും പല പ്രവർത്തനങ്ങളും ചെയ്ത് തിന്മകളൊക്കെ സമ്പാദിച്ച് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ആത്മാവിന് ലജ്ജ തോന്നും. ഞാൻ എന്തും സമ്പാദിച്ചാണ് വന്നത് എന്ന് ആത്മാവിന് ലജ്ജ തോന്നും. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ തോന്നുന്ന ലജ്ജയാണ്, അപ്പോഴുണ്ടാകുന്ന ഒരു ബേണിംഗ് ആണ് ശിക്ഷ. ആ ബേണിംഗ് 7 ദിവസം മാത്രമാണ് ഒരു ജൂതൻ അനുഭവിക്കേണ്ടത്. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അവർ പറയുന്നു, വഖാലു ലൻ തമസ്സനന്നാറു, ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല, ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. കൃത്യമാണ്, എണ്ണാൻ പറ്റുന്ന 7 നാളുകൾ, അത്രയേ ഞങ്ങളെ തീ സ്പർശിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയുന്നത്, ഖുൽ, അവരോട് ചോദിക്കുക, അത്തഖത്തും ഇൻദല്ലാഹി അഹ്ദ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലൻ യുഖ്ലിഫല്ലാഹു അഹ്ദഹു, അവനവൻ്റെ കരാർ ഒരിക്കലും ലംഘിക്കുന്നവനല്ല. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് അവൻ പിന്നോട്ട് പോവില്ല. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയുകയാണോ, അം തഖൂലൂന അലല്ലാഹി, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയുകയാണോ, മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അവൻ്റെ പേരിൽ കെട്ടിവെക്കുകയാണോ? എന്നിട്ട് അള്ളാഹു പറയുന്നു, ബലാ, ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. മൻ കസബ സയ്യിഅ, ആരെങ്കിലും ഒരു ചീത്ത സമ്പാദിക്കുകയും വഹാത്തത്ത് ബിഹി ഖതീഅത്തുഹു, അതിൻ്റെ വീഴ്ചയിൽ, ഒരു തിന്മ ചെയ്തപ്പോൾ ഉണ്ടായ വീഴ്ചയാൽ അവൻ ചുറ്റപ്പെടുകയും ചെയ്താൽ, തിന്മ ചെയ്തു എഴുന്നേറ്റ് നിന്നു തൗബ ചെയ്തു നല്ലവനായിട്ട് ജീവിച്ചു, അങ്ങനെയല്ല, തിന്മ ചെയ്തു
ഒരു വീഴ്ചയുണ്ടായി. പിന്നെയും തിന്മ ചെയ്തു വീണുകൊണ്ടേയിരുന്നു. ആ വീഴ്ചയാൽ അവൻ ചുറ്റപ്പെട്ടു. അവൻ്റെ ഖതീഅത്ത് കൊണ്ട് അവൻ ചുറ്റപ്പെട്ടാൽ, തിന്മ ചെയ്യുകയും ആ തിന്മയുടെ വീഴ്ചയാൽ ചുറ്റപ്പെടുകയും ചെയ്താൽ ഫൗലായിക അസ്ഹാബുന്നാർ, അവൻ തീയുടെ അസ്ഹാബാണ്, അതിൻ്റെ അവകാശിയാണ്, അതിൻ്റെ ആളാണ്. അവൻ തീയുടെ തന്നെ ആളാണ്. ഹും ഫിയാ ഖാലിദൂൻ, അവൻ ആ നരകത്തിൽ ദീർഘമായിട്ട് വസിക്കുന്നതാണ്. അതിന് വിപരീതമായിട്ട് അങ്ങനെ അല്ലാതെ വല്ലദീന ആമനു, ഈമാനുണ്ടെങ്കിൽ, അള്ളാഹുവിലുള്ള ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പ്രവാചകന്മാരെ അംഗീകരിച്ച് അവരിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പ്രവാചകന്മാർ മുഖേന നൽകപ്പെടുന്ന ഗ്രന്ഥങ്ങളൊക്കെ പരിഗണിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, കിതാബുകളൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, അതാണ് വല്ലദീന ആമനു എന്ന് പറഞ്ഞത്. അതോടെ വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉലായിക്ക അസ്ഹാബുൽ ജന്ന, അവർ തോട്ടത്തിൻ്റെ ആളുകളാണ്, അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ്, അതിൻ്റെ അവകാശികളാണ്. ഹും ഫിയാ ഖാലിദൂൻ, അതിൽ അവരും ദീർഘമായിട്ട് വസിക്കും. രണ്ട് സ്ഥലത്തും ഖാലിദൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിൽ ദീർഘമായിട്ട് വസിക്കുന്നവരാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഖാലിദൂൻ. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന അധിക ഇടങ്ങളിലും ഖാലിദീന ഫീഹ അബദ എന്ന് പറയും. നരകത്തെക്കുറിച്ച് പറയുന്ന ചിലയിടങ്ങളിലും അങ്ങനെ പറയുന്നത് കാണാം. ഉദാഹരണത്തിന് സൂറ നിസായിൽ കാണാം, ഇന്നല്ലദീന കഫറു വലമു, നിശ്ചയം കുഫർ ചെയ്യുകയും അക്രമം ചെയ്യുകയും ചെയ്തവർ. കുഫർ ചെയ്തുകൊണ്ട് ഷിർക്ക് പോലെയുള്ള അക്രമം ചെയ്ത ആളുകളെക്കുറിച്ച് പറയുന്നു, ലം യക്കുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കേണ്ടതായിട്ട് അള്ളാഹുവിനില്ല. വലാലി യഹ്ദിയഹും ത്വരീഖ, അവരെ ഒരു വഴിയിലേക്ക് ഗൈഡ് ചെയ്യേണ്ടതായിട്ടും നയിക്കേണ്ടതായിട്ടും അള്ളാഹുവിനില്ല. ഇല്ലാ ത്വരീഖ ജഹന്നമ, ജഹന്നമിൻ്റെ വഴിയിലേക്കല്ലാതെ, ജഹന്നമിൻ്റെ വഴിയിലേക്ക് നയിക്കേണ്ടതല്ലാതെ മറ്റൊരു വഴിയിലേക്കും അവരെ ഗൈഡ് ചെയ്യേണ്ടതായിട്ട് അള്ളാഹുവിനില്ല. ഖാലിദീന ഫീഹ, അവരതിൽ വസിക്കുന്നവരാണ്, ദീർഘമായിട്ട് വസിക്കുന്നവരാണ്. അബദ, എപ്പോഴും എപ്പോഴും അതിൽ സ്ഥിരമായിട്ട് വസിക്കുന്നവരാണവർ. വകാന ദാലിക അലല്ലാഹി യസീറ, അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. ഇതേപോലെ സൂറ അൽ അഹ്സാബിൽ കാണാം, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വ അഅദ്ദ ലഹും സഈറ, അള്ളാഹു കാഫിരീങ്ങളെ ശപിക്കുകയും അവർക്ക് നരകത്തി ഒരുക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖാലിദീന ഫീഹ അബദ, അതിലവർ സ്ഥിരമായിട്ട് വസിക്കുന്നവരാണ്. അബദ, എപ്പോഴും. ലാ യജിദൂന വലിയൻ വലാ നസീറ, അവർക്കൊരു പ്രൊട്ടക്ടറേയും കിട്ടില്ല, അവർക്കൊരു രക്ഷകനുമില്ല. വലാ നസീറ, ഒരു സഹായിയുമില്ല. അതേപോലെ സൂറ ജിന്നിൽ കാണാം, വമൻ യഅസുല്ലാഹ റസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ, ഫ ഇന്ന ലഹു, ധിക്കരിക്കുന്ന അവർക്കുണ്ട്, നാറ ജഹന്നമ, നരകത്തിയുണ്ട്. ഖാലിദീന ഫീഹ, അതിലവർ സ്ഥിരമായിട്ട് വസിക്കുന്നവരാണ്. അബദ, എപ്പോഴും. ഇങ്ങനെ നരകത്തെക്കുറിച്ചും എപ്പോഴും എന്ന് പറഞ്ഞ 3 സന്ദർഭങ്ങൾ തന്നെ ഖുർആനിൽ കാണാൻ കഴിയും. സ്വർഗത്തെക്കുറിച്ചാണെങ്കിൽ അധിക സ്ഥലങ്ങളിലും നമുക്ക് ഖാലിദീന ഫീഹ അബദ എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന മിക്കയിടങ്ങളിലും അങ്ങനെ പറയുകയും നരകത്തെക്കുറിച്ച് ഏതാനും ഇടങ്ങളിൽ മാത്രം, ഈ 3 ഇടങ്ങളിൽ മാത്രം പറയുകയും ചെയ്തതുകൊണ്ട് സ്വർഗത്തിന് മാത്രമാണ് അബ്ദിയത്തുള്ളത്, നരകത്തിനില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിന് പുറമേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കാരുണ്യം വസിയത്ത് കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും എല്ലാ കാര്യത്തെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്നൊക്കെ അവൻ പറയുന്നത് കൊണ്ടും, അതോടൊപ്പം ചില ഹദീസുകളിൽ നരകത്തിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ ശിക്ഷ കഴിയുന്ന മുറപ്രകാരം പ്രവാചകന്മാരുടെയും മലക്കുകളുടെയൊക്കെ ശുപാർശ പ്രകാരവുമൊക്കെ നരകത്തിൽ നിന്നു രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവസാനം അണുമണി തൂക്കമെങ്കിലും നന്മയുള്ള ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ആരും ശുപാർശ ചെയ്യാനില്ലാത്ത ആളുകളെ അവസാനം അള്ളാഹു എൻ്റെ ഫضل കൊണ്ട് നിങ്ങളെയും സ്വർഗത്തിലാക്കുന്നു എന്ന് പറയുകയും ചെയ്ത ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലാണ് അവസാനം അൾട്ടിമേറ്റ്ലി എല്ലാവരും എത്തിച്ചേരുന്നത്. നരകശിക്ഷയ്ക്ക് ശേഷം, നരകശിക്ഷ ഭയാനകമാണ്, പക്ഷേ അതിന് ശേഷം എത്തുന്നത് സ്വർഗത്തിലാണ്. നരകത്തിലെ ശിക്ഷക്കും ജീവിതത്തിനും അബ്ദിയത്തില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് നരകത്തിന് അബ്ദിയത്തുണ്ട് എന്നാണ്. നരകത്തിലെ ജീവിതത്തിന് അബ്ദിയത്തുണ്ട്, സ്ഥിരമായിട്ട് അതിൽ ജീവിക്കേണ്ടി വരും. അതേസമയം ശിക്ഷയുടെ കാര്യത്തിൽ ലഘൂകരണമുണ്ടാകും. ശിക്ഷ ഒരേപോലെ ആയിരിക്കില്ല,
നരകവും പല തട്ടുകളുള്ളതാണ്, പല ലെവലുള്ളതാണ്. എന്നാൽ നരകം തന്നെ അള്ളാഹു ഇല്ലാതാക്കും എന്ന് പറയുന്ന ആളുകളുമുണ്ട്. നരകത്തെ തന്നെ അള്ളാഹു നശിപ്പിച്ചു കളയും. നരകത്തിലെ ശിക്ഷയും നരകവും ഒക്കെ അള്ളാഹു നശിപ്പിച്ചു കളയും. അതിനൊരിക്കലും എറ്റേണിറ്റി ഇല്ല. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഈ വിഷയത്തിലുണ്ട് എന്നല്ലാതെ പരലോക വിഷയത്തിൽ, രക്ഷാശിക്ഷകളുടെ കാര്യത്തിൽ, ഹിസാബിൻ്റെ കാര്യത്തിൽ, മറ്റെല്ലാ വിഷയത്തിലും കൃത്യമായ വിശ്വാസം അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനുമില്ല. പക്ഷേ ജൂതരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വെയ്ഗായ ഒരു സംഗതിയാണ്. അവർക്ക് കൃത്യമായ ധാരണയില്ല. അവർക്കുള്ള ധാരണ തന്നെ ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവരുടെ കരാറിനെക്കുറിച്ച് വീണ്ടും അള്ളാഹു അതിനുശേഷം ഓർമ്മപ്പെടുത്തുന്നു. വൈദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്നും അള്ളാഹു കരാർ വാങ്ങിയപ്പോൾ എന്താണ് അവരിൽ നിന്നും വാങ്ങിയ കരാർ? ലാ തഅബുദൂന ഇല്ലല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് കാണാം. അവർക്കും എല്ലാ ജനതക്കും കൊടുത്ത ഒരു നിർദ്ദേശത്തിൽപ്പെട്ടതാണത്. അതെത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ കുഫറിന് നിർബന്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ വരെ ദുനിയവിയായ ഭൗതികമായ കാര്യത്തിൽ അവരോട് നല്ല രീതിയിൽ വർത്തിക്കാനാണ് ഖുർആൻ പറയുന്നത്. സൂറ ലുഖ്മാനിൽ കാണാം, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ മനുഷ്യരോട് നാം കൽപ്പിച്ചിരിക്കുന്നു, വസിയത്ത് ചെയ്തിരിക്കുന്നു. ഹമലത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചത് വഹിനന്നല വഹിൻ, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസമുള്ള അവസ്ഥയിലാണ്. വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷമാണ് അവൻ്റെ മുലയൂട്ടൽ. അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യണം. വലി വാലിദൈക്കാൻ, എൻ്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം. വൈൻ ജാഹദാക്ക അല അൻ തുശിരിക്ക ബി, അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, അല അൻ തുശിരിക്ക ബി, എനിക്ക് വല്ലതും പങ്കു ചേർക്കാൻ വേണ്ടിയിട്ട്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ഒരു അറിവുമില്ലാത്ത ഒന്നിനെ എനിക്ക് പങ്കു ചേർക്കാൻ അവർ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ഫലാ തുതിഇഹുമ, അവരെ 2 പേരെയും അനുസരിക്കരുത്. ആ കാര്യത്തിൽ അനുസരണ പാടില്ല. എന്നാൽ വസ്വാഹിബുഹുമ ഫിദ്ദുന്യ മഅറൂഫ, ഭൗതിക കാര്യങ്ങളിൽ, ദുന്യാവിൻ്റെ വിഷയങ്ങളിൽ അവരോട് മഅറൂഫ് അനുസരിച്ചിട്ട്, നാട്ടിലെ നല്ല രീതി അനുസരിച്ചിട്ട് അവരോട് ഡീല് ചെയ്യണം. വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് തിരിഞ്ഞവരുടെ പാത നീ പിൻപറ്റുക. കാരണം സുമ്മ ഇലയ്യ മർജിഉക്കും, എന്നിലേക്കാണല്ലോ മടക്കം, എന്നിലേക്കാണ് നിൻ്റെ മടക്കം, നിങ്ങളുടെ മടക്കം. മാതാപിതാക്കളോട് ഇഹ്സാൻ വർത്തിക്കേണ്ടതുപോലെ തന്നെ അടുത്തതായിട്ട് അള്ളാഹു പറഞ്ഞത് വബിദിൽ ഖുർബ, മാതാപിതാക്കളോട് നന്മയോടൊപ്പം അള്ളാഹു അവരോട് ചെയ്ത കരാറിൽപ്പെട്ടതാണ് ഇഹ്സാനോടുകൂടെ വർത്തിക്കാൻ. ദുൽ ഖുർബയോട്, ഏറ്റവും അടുത്ത ആൾക്കാരോട്. ദുൽ ഖുർബ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ, ഇവരൊക്കെയാണ്. ഇതിലൊക്കെ പെട്ട ആളുകളോട് ഏറ്റവും ഇഹ്സാനോടെ വർത്തിക്കുക. വൽ യത്താമ, യത്തീമുകളോട്, വൽ മസാക്കീൻ, മിസ്കീനുകളോട്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്ക് പറയുക. നല്ല വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരോട് ഡീൽ ചെയ്യുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, ഉപകാരങ്ങൾ ചെയ്യുക, സഹായിക്കുക. ഇതൊക്കെയാണ് പറയുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട മനസ്സിലുള്ള ഇൻറ്റൻഷനും പ്രവർത്തനവും ഒക്കെയാണ്. അള്ളാഹുവും ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നു എന്നാണ് പറയുന്നത്. അവൻ ശിക്ഷ കൊടുക്കുമ്പോഴും കുൽന, നമ്മൾ ഇന്നലെ കണ്ടതാണ്, കുൽന ലഹും കൂനു ഖിറദത്തൻ ഖാസിയൻ. അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ലത് ചെയ്യാനാണ്. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാകുക, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുക. വഖീമുസ്വലാഹ്, അതിനെ ചുരുക്കി അള്ളാഹു പറയുകയാണ്, അഥവാ നിങ്ങൾ സ്വലാത്ത് മുറപ്രകാരം നിർവഹിക്കുക. വാത്തു സക്കാത്ത് നൽകുക. നേരത്തെ പറഞ്ഞതൊക്കെ ഇതിൽ പെട്ടുകഴിഞ്ഞു. അള്ളാഹുവിനോടുള്ള ഇബാദത്ത് സ്വലാത്താണ്. അതുപോലെ ഈ നന്മകളൊക്കെ നമുക്ക് വേണമെങ്കിൽ സക്കാത്തിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ തഖ്സീസ് ചെയ്തതാണെന്ന് പറയാം. സുമ്മ തവല്ലൈത്തും, ഇങ്ങനൊക്കെ കരാർ ചെയ്തിട്ടോ നിങ്ങൾ പിന്തിരിഞ്ഞു.
ഇല്ലാ കലീലം മിങ്കും, നിങ്ങളിൽ നിന്നുള്ള കുറച്ച് പേരൊഴികെ ബാക്കി നിങ്ങളെല്ലാവരും പിന്തിരിഞ്ഞു. വന്തും മൊഴിലോൻ, അവഗണിച്ചുകൊണ്ട് തന്നെ, നിങ്ങൾ കൊണ്ട് തന്നെ ഇതിനെ ഒഴിവാക്കി. നിങ്ങൾ ജസ്റ്റ് ഇതിനെ അവഗണിച്ചിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോയി കളഞ്ഞു എന്നവരോട് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങളോട് നാം കരാറ് വാങ്ങിയിരുന്നു. കരാറ് വാങ്ങിയപ്പോൾ വൈദ് അഹദിന മീസാക്കും, നിങ്ങളോട് നാം കരാറ് വാങ്ങിയപ്പോൾ അവരോട് വാങ്ങിയ കരാറിൽപ്പെട്ടതാണ് ലാ തസ്ഫിക്കൂന ദിമാഅക്കും, നിങ്ങളുടെ രക്തം നിങ്ങൾ ചിന്തരുത്. വലാ തുഹ്രിജൂന അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തക്കാരെ നിങ്ങൾ പുറത്താക്കരുത്. മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്. സുമ്മ അക്രർത്തും, എന്നിട്ടോ ഈ കരാറിന് ശേഷം അല്ലെങ്കിൽ ഈ കരാറിനോടൊപ്പം നിങ്ങൾ സമ്മതിച്ചതാണ് വാന്തും തഷ്ഹദും, നിങ്ങൾ തന്നെ സാക്ഷി നിന്നുകൊണ്ട്, സാക്ഷിയും നിങ്ങൾ തന്നെയാണ്, നിങ്ങളിത് സമ്മതിച്ചതാണ്, നിങ്ങളിൽപ്പെട്ടവർ തന്നെ ഇതിന് സാക്ഷ്യം വഹിച്ചതാണ്. ഈ കരാറിനെ ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങളോട് ചെയ്ത കരാറാണ്, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഇത് പറയാനൊരു കാരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജൂതഗോത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ തമ്മിലുള്ള എനിമിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ല. അവർ തമ്മിലുണ്ടായ ഫൈറ്റിനെക്കുറിച്ചും അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്കതും അടുത്ത ആയത്തും വിശദീകരിക്കാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.